വളരെയധികം സന്തോഷത്തോടും വളരെയധികം ഈ ഭൂമിയിലെ എല്ലാ സന്തോഷങ്ങളും എടുത്തു വെച്ച് നോക്കി അതിനപ്പുറം ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിൻ്റെ ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഒത്തിരി നാളത്തെ സെർച്ചിനൊടുവിൽ ഞാൻ ഇന്ന് രാവിലെ കണ്ടെത്തി വി ഗോട്ട് എ മലയാളം സർവീസ്. എൻ്റെ ഒരു ചർച്ച് കമ്മ്യൂണിറ്റി നിയർ ബൈ ഉണ്ട്. ഒരു 1 hour ട്രാവൽ പ്ലസ് ഹാഫ് ആൻ അവർ വാക്ക്. Finally, I reached my destination and I'm so happy and I'm so glad. എനിക്ക് നിങ്ങളോട് ഇത് പങ്കുവെക്കണമെന്ന് തോന്നി. എന്തിന് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചാൽ ഐ ഷെയർ മൈ ഹാപ്പി മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറേജ് ഓഫ് ഹാപ്പി മൊമെൻറ്റ്സ് അതെൻ്റെ സോഷ്യൽ മീഡിയയാണ്. അതുവഴി നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ കാണുന്നവർക്ക് അല്പമെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. പിന്നെ എന്തിന് 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 എന്നൊരു ചോദ്യം എൻ്റെ കൂട്ടുകാരിൽ പലരും ചോദിച്ചു. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എന്നാൽ ആരെയും അധികം ഫോളോ ചെയ്യുന്നില്ല, ആരോടും സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഒന്നും അമർത്താൻ പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ അക്കൗണ്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കാറുണ്ട്. ഒന്നിനും വേണ്ടിയല്ല, ഇതെല്ലാം പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഫൈനലി ഐ മെയ്ഡ് ഇറ്റ് ആസ് എ പബ്ലിക് അക്കൗണ്ട് സോ ദാറ്റ് എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരാന്ന് വെച്ചാൽ കണ്ടോട്ടെ. വാട്ട് എവർ ആർക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചെറിയ കാര്യം വെച്ച് ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ അതൊരു ദൈവത്തിന് താങ്ക്ഫുൾ. യുനോ, നമ്മളെ കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചു. അതിൻ്റെ റീസൺ, എക്സാക്ട് റീസൺ അത് ഞാൻ ഒരു കവിതയായിട്ട് എഴുതിയിരുന്നു. പലർക്കും അത് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഓശാന ഞായർത്തൻ പൂക്കൾ എവിടെ? കുരുത്തോല ഏന്തി തൻ നാഥനെ വരവേൽക്കാൻ വന്ന ബാലകവൃന്ദം എവിടെ? മൂകമാം പ്രകൃതിതൻ വക്ഷസിലണയും ഒരു നെടുവീർപ്പെന്നോണം മണ്ണിലെ കലിഞ്ഞിടും പൊലിയും ജീവനെ പോൽ ആ പൂവിതളുകളും. ആയുസ്സെത്തും മുന്നേ ആവോളം സ്നേഹം നുകർന്ന് ഭൂവിന് സൗന്ദര്യമേകി വന്നുപോയ സൗഗന്ധിക പുഷ്പമേ, നിന്നിൽ ഇന്നിൻ യൗവനത്തെ കാണുന്നതെന്ത് സദൃശ്യ മഹാശ്ചര്യം. മനസ്സിലായവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ചെറി ബ്ലോസം ഫ്ലവർ യു മൈറ്റ് ഹാവ് സീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പെട്ടെന്ന് ഗ്ലോ ചെയ്യും, പെട്ടെന്ന് അത് പൂവിതൾ വീഴിയും. പക്ഷേ കുറച്ച് നാളെ ഉള്ള ആ സൗന്ദര്യം നിൽക്കുന്നത്. നമ്മളൊന്ന് ആസ്വദിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മളത് കണ്ട് മനസ്സ് നിറഞ്ഞു വരുമ്പോഴത്തേനും കുറച്ച് ഫോട്ടോസ് അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സ് ചെയ്യാം, ഫേസ്ബുക്കിലിടാം, ഇൻസ്റ്റയിലിടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് മനുഷ്യന് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. നമ്മൾ നമ്മുടെ പള്ളികളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. അവർ അവരുടേതായ ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നു. ഒരിക്കലും അവർ പുറത്തിറങ്ങി മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നാം തന്നെ കണ്ടെത്തേണ്ട ഉത്തരവുമാണ് അത്. ആ ചോദ്യം നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ നാം തന്നെയാണ് എല്ലാമെന്ന് കരുതി നമ്മിൽ ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ആ സൗന്ദര്യം കാണാൻ അല്ലെങ്കിൽ നമ്മുടെ കാലിബർ കാണാൻ മറ്റുള്ളവർ തടിച്ചു കൂടുമ്പോൾ അതിന് ആയുസ് ക്ഷണികമാണെന്ന് പല യൗവനങ്ങളും മറന്നുപോകുന്നു. അങ്ങനെ ആയുസ്സെത്താതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന എത്രയോ ജീവനുകൾ, പൊലിഞ്ഞു പോകുന്ന എത്രയോ ആയുസ്സുകൾ. നാമും അതുപോലെയാണ്, അൽപായുസ്. 2 ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദുർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ ഒരു നഴ്സിംഗ് സ്റ്റാഫ്, ചെറുപ്രായത്തിൽ തന്നെ ഹൃദയാഘാതം. കുറേ ഹൃദയാഘാതങ്ങൾ നഴ്സിംഗ് പ്രൊഫഷനുള്ളവരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈയിടെയായിട്ട്. ഈ കഴിഞ്ഞ ഒരു ഇടയ്ക്കായിട്ട് തന്നെ. കഴിഞ്ഞ ദിവസം കണ്ട പള്ളിയിലെ ആശയ്ക്ക് വേണ്ടി പിയാനോ വായിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഹൃദയാഘാതം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ആയുസ്സിൻ്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ പണ്ട് 7-70 എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിർത്തുമായിരുന്നു. ഒരു 80-90 അല്ലെങ്കിൽ അത്രയും വരെയൊക്കെ നീണ്ടു പോകുമായിരുന്നു. പോട്ടെ 60-70, ഇതെന്താ ഇത്? നമ്മുടെ ആയുസ്സിൻ്റെ നീളം പോലും നമുക്ക് നിശ്ചയിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. എന്ന് മരിച്ചു പോകും, അല്ലെങ്കിൽ ഇന്ന് അടുത്ത നിമിഷം നമുക്കുള്ളതാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചറായിട്ട് നാം എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മുകളിലിരുന്നാണെങ്കിലും യെസ് ഐ ഹാവ് ഡൺ സംതിങ്. നമ്മുടെ വാക്കുകളിൽ കൂടെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തു, നമ്മുടെ പ്രവർത്തികൾ മൂലം നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാൻ കഴിയുന്നതാണ് നാം ചെയ്ത ഏറ്റവും വലിയ കാര്യം. സോ ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വല്ലപ്പോഴും ഒക്കെ മരിച്ചുപോയവരുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒക്കെ ഒന്ന് എടുത്തു നോക്കണം. അതിൻ്റെ അകത്ത് അവർ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, പലതും പറഞ്ഞ്
പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ടാവും. എനിക്കങ്ങനെ പോകാൻ ആഗ്രഹമില്ല. I will tell what I feel. I will post all sort of happiness which I have gone through. അത് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്. ഒരിക്കലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നവരല്ല. എല്ലാവരുടെ മനസ്സിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ കാണും. പക്ഷേ ആ വിഷമങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് യു ഹാവ് ദ കറേജ്. നമുക്ക് ആ ഷെല്ലിൽ നിന്ന് നമ്മൾ വെള്ളോട്ട് വരണം. ഇന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ഒറ്റയ്ക്ക് ഒരു പെങ്കൊച്ചിൻ്റെ ഇത്രയും ദൂരം തന്നെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം കണ്ടെത്തണം. ഐ ഡോണ്ട് നോ വെയർ ഐ ആം ഗോയിങ് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പം എനിക്ക് അതിജീവിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തീരുമാനവും നമുക്ക് മുന്നിൽ വാതിലുകളെ തുറന്നു തരും. സോ I had that great moment and I cherished every moment, and today I want to share that with you all. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. Don't get obsessed with what I'm telling. So happy and glad, and I think this is my first video talking naturally, അല്ലെങ്കിൽ എപ്പോഴും ചുമ്മാ കുറേ ഡാൻസ് വീഡിയോ അല്ലെങ്കിൽ ചുമ്മാ ഐ എം നോട്ട് എ ഡാൻസർ, ഐ എം നോട്ട് എ ഗുഡ് ഡാൻസർ, ഐ എം നോട്ട് എ ഗുഡ് സിംഗർ, നത്തിങ്. എനിക്കൊരു കഴിവുമില്ല. പക്ഷെ തമ്പുരാൻ തന്ന കുറച്ച് കഴിവുകൾ മാത്രം. അത് കഴിവെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയ അപ്പൻ്റെ അമ്മയുടെയും എന്നൊക്കെ കടം കിട്ടി പോകുന്ന കുറച്ച് സ്വഭാവങ്ങൾ, ഓക്കെ, അത് മാത്രമേ ഉള്ളൂ നമുക്കായിട്ടുള്ളത് മുതൽക്കൂട്ട്. അത് ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട് ഉള്ള ഒരു മൊമെൻ്റ് ആക്കി മാത്രം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ സ്റ്റേ ട്യൂൺഡ്. സ്റ്റിൽ നോ നീഡ് ടു ഫോളോ മീ, നോ നീഡ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, നത്തിങ്. വല്ലപ്പോഴും വീഡിയോ ഇടുമായിരിക്കും. കാണുക, എൻജോയ് ചെയ്യുക. ലാൽ സലാം, ബൈ.